ഇന്ന് രാത്രിയിലേക്ക് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചു. ഇന്ന് മഴയൊന്നുമില്ലാത്ത നല്ലൊരു വൈകുന്നേരമാണ്. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്നലെ വരെ ഈ സമയത്ത് നല്ല മഴമൂടലുണ്ടായിരുന്നു. പുറത്തേക്കുള്ള വാതിൽ തുറന്നാൽ തക്കടെ ഒപ്പം കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് പുറത്ത് നിരത്താൻ തുടങ്ങും. പിന്നെ അവിടെയാണ് കളി. പണികളൊക്കെ വേഗം വേഗം തീർത്തിട്ട് നമുക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങണം. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിൽ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനെ നേരത്തെ പണികളെല്ലാം തീർത്ത് ബിരിയാണിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി നമ്മൾ കുക്കിംഗ് തുടങ്ങി. ഈ വെജിറ്റബിൾ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, സോയ, ഇത്രയാണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണിയിലേക്ക് എടുക്കുന്നത്. ആദ്യം തന്നെ എണ്ണ ചൂടാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് വറുത്തെടുത്ത് വയ്ക്കാം. പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള കുക്കായി കഴിയുമ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടണം, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് പൊടികളായിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പൊടികളൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ പച്ചക്കറികളൊക്കെ പകുതി വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഈ പച്ചക്കറികളും അരിയൊക്കെ കൂടെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. അരിക്ക് ആവശ്യമായിട്ടുള്ള തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ച് കുക്കറിൽ 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. ഇത്രേ പരിപാടികളുള്ളൂ, വളരെ എളുപ്പത്തിൽ ബിരിയാണി റെഡിയാവും. കുക്കർ ഓഫാക്കി കഴിഞ്ഞ് ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ ബിരിയാണീൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാലഡും പിന്നെ ഒരു സിമ്പിൾ എഗ് റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ബിരിയാണിയാണ് സ്പെഷ്യലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്ന് വേറൊരു സ്പെഷ്യൽ ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ സമയം 11-11:30 ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം വിളമ്പി വെച്ച് നമ്മൾ കഴിക്കാൻ തുടങ്ങി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.